ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. തൃക്കടേരി ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച കരിയാട്ടിൽ കോളനി മന്ത്രി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച തൃക്കടേരി പഞ്ചായത്തിലെ കരിയാട്ടിൽ കോളനി മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP ലതിക, വൈസ് പ്രസിഡന്റ് OK മുസ്തഫ, ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം A പ്രഭാവതി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ MK സാഹിറ, K മണികണ്ഠൻ, പഞ്ചായത്ത് അംഗം K അബ്ബാസ്, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ KS ശ്രീജ, GS സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രാദേശിക അവധികൾ പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ. മണപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേല ഉത്സവത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 29 പാലക്കാട് താലൂക്ക് പരിധിയിലും ചെനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 24 ഒറ്റപ്പാലം നഗരസഭ ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലും മണ്ണാർക്കാട് അരക്കുറിശി ഉദയർക്കുന്ന് ഭഗവതി ക്ഷേത്രം പൂരത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 24 മണ്ണാർക്കാട് അട്ടപ്പാടി താലൂക്കുകളിലും എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ലെന്നും കളക്ടർ പറഞ്ഞു. ചിനക്കത്തൂർ പൂരത്തിന് സുരക്ഷാ സംവിധാനങ്ങൾ തയ്യാറാണെന്ന് പോലീസ് അറിയിച്ചു. ഫെബ്രുവരി 24 നടക്കുന്ന ചെനക്കത്തൂർ പൂരത്തിന് പോലീസ് സുരക്ഷ പൂർണ്ണ സജ്ജമെന്ന് ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർ TP ഫർഷാദ് അറിയിച്ചു. 500-ൽ പരം പോലീസുകാരും 30-ൽ പരം CCTVകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം ഡ്രോൺ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഇക്കുറി പൂരം സുരക്ഷയ്ക്കായി പൂര ദിവസം ഗതാഗത ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയുടെ മുന്നോടിയായി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ദേശ കമ്മിറ്റികളുടെ 3 യോഗം ചേർന്നിരുന്നു. പൂരങ്ങളുടെ പൂരമായ ചെനക്കത്തൂർ പൂരം ഈ വരുന്ന 24-25 തീയതികളിൽ വിപുലമായ രീതിയിൽ ആഘോഷിക്കുകയാണ്. ഇതിനുവേണ്ടി വിപുലമായ തയ്യാറെടുപ്പുകളാണ് ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. 500ഓളം പോലീസുകാർ ഇത്തവണ ചെനക്കത്തൂർ പൂരത്തിന് ഡ്യൂട്ടിക്കായിട്ടുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് 3 മീറ്റിങ്ങുകൾ വിളിച്ചിട്ടുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട ഷൊർണൂർ DSP അടക്കം പങ്കെടുത്തിരുന്നു. ദേശപൂരങ്ങളുടെ അതുപോലെ തന്നെ കുതിര അതുപോലെ തന്നെ സ്പെഷ്യൽ പൂരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ നടത്തിക്കഴിഞ്ഞു. സ്പെഷ്യൽ പൂരങ്ങളുടെ രജിസ്ട്രേഷനും നടത്തി അവർക്ക് ടോക്കൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഈ കമ്മിറ്റികളിൽ അവരുടെ ഭാഗത്തുനിന്ന് ഉള്ള നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേകമായിട്ടുള്ള തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം ട്രാഫിക് ഡൈവേർഷൻ നേരത്തെ തുടങ്ങാനും അതുപോലെ തന്നെ വാഹനങ്ങളുടെ തിരക്കിനനുസരിച്ച് മാത്രം ഡൈവേർഷൻ അവസാനിപ്പിക്കുന്നതിനും അവിടെ കൂടുതൽ ഡ്യൂട്ടിക്ക് ആളിടുന്നതിനുള്ള സജ്ജീകരണങ്ങൾ നിലവിലായിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ബന്ദോബസ്ത് സ്കീമും തയ്യാറായിട്ടുണ്ട്. സ്ഥിരമായി പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആൻറ്റി സോഷ്യലുകളെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. പ്രിവെൻറ്റീവ് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പോലീസ് കാണുന്നുണ്ട്. ജനങ്ങളുടെ പൂർണ്ണ സുരക്ഷ ഉറപ്പു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസുമായി ജനങ്ങളും പൂർണ്ണ സഹകരണം ഉണ്ടാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് CCTV സർവൈലൻസ് 30 എണ്ണത്തോളം പുതിയ ക്യാമറകൾ ഒരു തരത്തിലും മിസ്സാവാത്ത രീതിയിൽ CCTV സർവൈലൻസ് ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് ചെനക്കത്തൂർ പൂരം മൈതാനം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റോഡും കാര്യങ്ങളുണ്ടായിരിക്കും. പൂരം മൈതാനിയിൽ 3 വാച്ച് ടവറുകൾ ഉണ്ടാകുമെന്നുള്ളതും ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണ്. ആ വാച്ച് ടവറുകളിൽ പോലീസുകാർ ബൈനോക്കുലറും അതുപോലെ തന്നെ ടോർച്ചും മറ്റ് സംവിധാനങ്ങളും കൂടി ഡ്യൂട്ടിക്കുണ്ടായിരിക്കും. ഡ്രോൺ സർവൈലൻസും ഉണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള 2 ഡ്രോൺ സർവൈലൻസിനുള്ള ഏർപ്പാട് ഇപ്പോൾ തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ തവണ ആൻറ്റി സോഷ്യൽസിൻ്റെ മുൻ വർഷങ്ങളിൽ പൂരത്തിന് അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിലും പ്രശ്നങ്ങളുണ്ടായിട്ടുള്ള ആൻറ്റി സോഷ്യൽസിൻ്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അവരെ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഏറ്റവും നന്നായിട്ട് ചെനക്കത്തൂർ പൂരം പൊതുജനങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒറ്റപ്പാലം പോലീസ് ഈ വർഷം നല്ല രീതിയിൽ പൂരം ജനങ്ങൾക്ക് ആഘോഷിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. പോലീസുമായിട്ട് ഒറ്റപ്പാലം ജനമൈത്രി പോലീസുമായിട്ട് പൊതുജനങ്ങളും സഹകരിക്കുക. എല്ലാവർക്കും അഡ്വാൻസായിട്ട് ഒറ്റപ്പാലം പോലീസിൻ്റെ പൂരാശംസ. ഇനിയൊരിടവേള.
ചേരുമഴകേ തിരിമിന്നി നിൽക്കുന്ന താരം പൊൻതിങ്കൾ നീയേ ഇനി എന്നുമെന്നെന്നും നീയൻ കവിത. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം നഗരസഭയിൽ കട്ടിൽ വിതരണം നടന്നു. ഒറ്റപ്പാലം നഗരസഭയിൽ കട്ടിൽ വിതരണം ചെയർപേഴ്സൺ കെ ജാനകിദേവി ഉദ്ഘാടനം നിർവഹിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിലെ പദ്ധതി വിഹിതമായ 4.5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഒരു വാർഡിൽ 3 കട്ടിൽ എന്ന കണക്കിൽ 36 വാർഡുകളിലായി 108 കട്ടിലുകളാണ് വിതരണം ചെയ്തതെന്ന് നഗരസഭാ അധ്യക്ഷ പറഞ്ഞു. 2023-24 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ വകയിരുത്തിക്കൊണ്ട് വൃദ്ധരായ, കിടപ്പിലായ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കട്ടിൽ വിതരണം ചെയ്യുകയാണ്. പാർലമെന്റ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി തന്നെ നമ്മൾ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഭിന്നശേഷിക്കാരായ ആളുകളുടെ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഇപ്പോൾ നമ്മൾ കട്ടിലാണെന്ന് വിതരണം ചെയ്തിരിക്കുന്നത്. ഒരു വാർഡിൽ 3-4 വെച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. 4.5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് 108ഓളം കട്ടിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. കിടപ്പിലായ ആളുകൾ, അതേപോലെ തന്നെ വൃദ്ധരായ ആളുകൾ, അങ്ങനെ അർഹരായ ആളുകളെ കണ്ടെത്തിക്കൊണ്ടാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ നാസർ അധ്യക്ഷനായിരുന്നു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ലത, കൗൺസിലർമാരായ ജിത്തു, സജിത്, ആമിന, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ജില്ലാതല പട്ടയമേള 22-ന് നടക്കും. സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ പട്ടയ മിഷനും പട്ടയ മിഷന്റെ ഭാഗമായ പട്ടയ അസംബ്ലികളും സംയുക്തമായി നടത്തുന്ന ജില്ലാതല പട്ടയമേള നാളെ വൈകിട്ട് 3-ന് മേഴ്സി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി, തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് എന്നിവർ പട്ടയ വിതരണം നിർവഹിക്കും. 5990 പട്ടയങ്ങളാണ് ഫെബ്രുവരി 22-ന് വിതരണത്തിന് തയ്യാറായിട്ടുള്ളത്. സംസ്ഥാനതല ഉദ്ഘാടനം 22-ന് വൈകിട്ട് 3-ന് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ വിദ്യാർത്ഥി കോർണറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷനാകും. ജില്ലാതല പരിപാടിയിൽ MP-മാരായ VK ശ്രീകണ്ഠൻ, രമ്യ ഹരിദാസ്, ET മുഹമ്മദ് ബഷീർ, MLA-മാരായ ഷാഫി പറമ്പിൽ, K ബാബു, P മമ്മിക്കുട്ടി, മുഹമ്മദ് മുഹസിൻ, A പ്രഭാകരൻ, KD പ്രസേനൻ, K പ്രേംകുമാർ, N ഷംസുദ്ദീൻ, K ശാന്തകുമാരി, PP സുമോദ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, നഗരസഭ വാർഡ് കൗൺസിലർ മിനി ബാബു, ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര, വകുപ്പുതല ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. യാത്രക്കാർക്ക് കുടിവെള്ള വിതരണം നടത്തി മോട്ടോർ വാഹന വകുപ്പ്. സംസ്ഥാനത്തെ പകൽച്ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റോഡുകളിൽ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കും ദീർഘദൂര വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും കുടിവെള്ള വിതരണം നടത്തി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം. എൻഫോഴ്സ്മെന്റ് RTO CS സന്തോഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അട്ടപ്പളം ടോൾ പ്ലാസയിൽ MVI AK ബാബു, AMV-മാരായ A അനിൽകുമാർ, K ദേവിദാസൻ, MP ദീപക് എന്നിവരുടെ നേതൃത്വത്തിലാണ് കുടിവെള്ള വിതരണം ചെയ്തത്. തുടർന്നുള്ള ദിവസങ്ങളിലും ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കുടിവെള്ള വിതരണം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ചാണ് വിതരണം നടത്തുന്നത്. ചൂട് കൂടിയ പകൽ സമയങ്ങളിൽ പരമാവധി ഇരുചക്ര വാഹന യാത്രകൾ കുറയ്ക്കണമെന്നും വാഹനങ്ങളിൽ തീപിടുത്ത സാധ്യത കൂടുന്ന സാഹചര്യത്തിൽ അൾട്രേഷൻ, അനധികൃത വയറിംഗ് എന്നിവ നടത്തുന്നത് ഒഴിവാക്കണമെന്നും ഇന്ധന ചോർച്ച ഉണ്ടായാൽ അവയുടെ തകരാർ ഉടൻ പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും RTO നിർദ്ദേശിച്ചു.
വാഹനങ്ങളിൽ അലക്ഷ്യമായി വൈക്കോൽ കയറ്റി പോകുന്നത് ഒഴിവാക്കണമെന്നും എൻഫോഴ്സ്മെന്റ് RTO അറിയിച്ചു. നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ റഫീഖ് എന്നയാളെ കാപ്പ ചുമത്തി നാടുകടത്തി. ഒട്ടേറെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട യുവാവിനെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനുള്ള നിയമം ചുമത്തി നാടുകടത്തി. ചുനങ്ങാട് പുത്തൻപീടിയക്കൽ റഫീഖ അഥവാ പീക്കുവിനെയാണ് കാപ്പ നിയമപ്രകാരം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് 1 വർഷത്തേക്ക് വിലക്കിയത്. ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് സമർപ്പിച്ച ശുപാർശ പരിഗണിച്ചാണ് തൃശൂർ റേഞ്ച് DIG S. അജിത ബീഗത്തിൻ്റെ നാടുകടത്തൽ ഉത്തരവ്. ഉത്തരവ് ലംഘിച്ചാൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ജില്ലാ പോലീസ് മേധാവിക്ക് വേണ്ടി ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ TP ഫർഷാദ് തുടർ നടപടികൾ സ്വീകരിച്ചു. നേരത്തെ 2013ലും 14ലും കാപ്പ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചതാണ് ഇദ്ദേഹമെന്ന് പോലീസ് അറിയിച്ചു. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇയാളുടെ പേരിൽ 23 കേസുകളുണ്ടെന്നും കവർച്ചയും ആക്രമണവും ലഹരി ഇടപാടുകളും നടത്തുന്ന ആളാണ് ഇദ്ദേഹമെന്നും പോലീസ് അറിയിച്ചു. ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ. ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് VK ശ്രീകണ്ഠൻ MPയുടെ ലാഡ്സ് ഫണ്ടിൽ നിന്നും അനുവദിച്ച ബസ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ നവംബർ 26-നാണ് സ്കൂളിന് ബസ് കൈമാറിയത്. സ്കൂളിൽ നിർത്തിയിട്ട ബസ്സിൻ്റെ ഒരു ഭാഗത്തെ സ്റ്റിക്കറുകൾ മുഴുവനായും പറിച്ചെടുത്ത നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടാതെ VK ശ്രീകണ്ഠൻ MPയുടെ പേരെഴുതിയ സ്റ്റിക്കറും അടർത്തിമാറ്റിയിട്ടുണ്ട്. ടയറുകളെല്ലാം കത്തികൊണ്ട് കീറി നശിപ്പിച്ച നിലയിലാണ്. വിവരങ്ങളറിഞ്ഞ് കോൺഗ്രസ് നേതാക്കളായ P. അക്ബർ അലി, KM ഇസ്കാഖ്, VG ദീപേഷ്, P. സുബീഷ്, ഷമീർ ഇറക്കിങ്ങൽ എന്നിവർ സ്കൂളിലെത്തി ബസ് പരിശോധിച്ചു. വിദ്യാർത്ഥികളുടെ യാത്രയ്ക്ക് പ്രയാസം നേരിട്ടപ്പോൾ MP അനുവദിച്ച ബസ്സാണ് ഇത്തരത്തിൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് P. അക്ബർ അലി പറഞ്ഞു. ഈ കുട്ടികളുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയുടെ പ്രിയങ്കരനായ MP VK ശ്രീകണ്ഠന് അവരെ ലാഡ്സ് ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെർപ്പുളശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിന് കഴിഞ്ഞ 26-ാം തീയതി നവംബർ നമുക്കൊരു പുതിയ ബസ് അനുവദിച്ചു. 4 മാസമായിട്ടുള്ളൂ. ഇപ്പോൾ ഈ വാഹനം, ഈ പുത്തൻ വാഹനം ഈ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം കാരണം ഇതിലെ ടയറുകൾ കുത്തി കേടുവരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ്റെ പേര്, സ്റ്റിക്കറുകൾ, ആ പേര് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ കൂടിയാലോചനകൾ നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് സ്കൂൾ പ്രധാന അധ്യാപകൻ E. രാജൻ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. NSA ജ്വല്ലറി, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ഓപ്പോസിറ്റ് KRK കല്യാണ മണ്ഡപം, പട്ടിക്കര, പാലക്കാട്. കരിമ്പനകളുടെയും പുഞ്ചപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെ തിലകക്കുറിയായി NSA ജ്വല്ലറി. മൊബൈൽ 9031794367 94470 40615 98470 നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. കേരളശ്ശേരി പഞ്ചായത്തിൽ അങ്കൺജ്യോതി പദ്ധതിക്ക് തുടക്കമായി. നെറ്റ് സീറോ കാർബൺ കേരളശ്ശേരി പഞ്ചായത്ത് അങ്കൺജ്യോതി പദ്ധതിക്ക് തുടക്കമായി. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികൾക്ക് ദക്ഷത കൂടിയ ഊർജ്ജ ഉപാധികളുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീബാ സുനിൽ ഉദ്ഘാടനം ചെയ്തു. നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ഹരിത കേരള മിഷൻ, എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ കേരളം എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതിയാണ് അങ്കൺജ്യോതി. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 21 അംഗൻവാടികളിലേക്കും ദക്ഷത കൂടിയ ഊർജ്ജോപകരണങ്ങൾ ലഭ്യമാക്കുകയും കാർബൺ തുലിത ഇടപെടലുകൾ ഘടിപ്പിച്ചുകൊണ്ടുള്ള ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ പ്രായോഗികമായി നടപ്പാക്കാൻ കൂടിയാണ് അങ്കൺജ്യോതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെമിൻ റഹ്മാൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രസന്നകുമാരി നവകേരള കർമ്മ പദ്ധതിയുടെ റിസോഴ്സ് റഷീദ് പദ്ധതി വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ OK രാമചന്ദ്രൻ, M. രമാമുരളി, B. ഷാജിദ, ICDS സൂപ്പർവൈസർ M. നസീമ, PC സുധ എന്നിവർ സംസാരിച്ചു. വനിതാ കമ്മീഷൻ അദാലത്തിൽ 8 കേസുകൾ തീർപ്പാക്കി.
വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണിയുടെ നേതൃത്വത്തിൽ നടത്തിയ പാലക്കാട് ജില്ലാതല അദാലത്തിൽ 8 കേസുകൾ തീർപ്പാക്കി. വസ്തു തർക്കങ്ങൾ, അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുക തുടങ്ങിയ പരാതികളാണ് പരിഗണനയ്ക്കെത്തിയത്. ഒരു കേസ് കൗൺസിലിംഗിന് അയച്ചു. 2 എണ്ണത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. 30 കേസുകൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും. ആകെ 41 കേസുകളാണ് പരിഗണിച്ചത്. പാലക്കാട് ഗസ്റ്റ് ഹൌസിൽ നടന്ന അദാലത്തിൽ അഭിഭാഷകരായ C. ഷീബ, C. രമിക, കൗൺസിലർമാരായ ജിജിഷ ബാബു, സ്റ്റെഫി എബ്രഹാം, SCPO OK ശാരദ, കമ്മീഷൻ ഉദ്യോഗസ്ഥരായ ബൈജു ശ്രീധരൻ, ശ്രീഹരി എന്നിവർ പങ്കെടുത്തു. 3 വർഷത്തിനകം സംസ്ഥാനത്ത് 100 പാലങ്ങൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് 100 പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നിശ്ചയിച്ച സംസ്ഥാന സർക്കാരിന് 3 വർഷങ്ങൾക്കകം ഈ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളതെന്ന് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. 2 വർഷം കൊണ്ട് 50-ലേറെ പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ചിറ്റൂർ മണ്ഡലത്തിലെ നറണി പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നറണി പാലം യാഥാർത്ഥ്യമാവുന്നതോടെ കാലവർഷത്തിലും തുലാവർഷത്തിലും മൂലത്തറ ഡാം തുറക്കുന്നതുകൊണ്ട് ഒറ്റപ്പെടുന്ന നറണി, കല്യാണപ്പേട്ട, കോരയാർച്ചള്ള, മീനാക്ഷിപുരം പ്രദേശവാസികൾക്ക് ആശ്വാസമാകും. ദീർഘകാലം മുടങ്ങിക്കിടന്ന പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കുകയാണ് സർക്കാർ. ദേശീയപാതാ വികസനം ഇതിൽ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്ത് ആദ്യമായി 5500 കോടി രൂപ ദേശീയപാതാ വികസനത്തിനായി മുടക്കിയ സംസ്ഥാനം കേരളമാണ്. 2025 അവസാനത്തോടെ ദേശീയപാത യാഥാർത്ഥ്യമാവും. 9 ജില്ലകളിലൂടെ കടന്നുപോകുന്ന തീരദേശ ഹൈവേ, 13 ജില്ലകളിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേ എന്നിവയും യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. നറണിപ്പാലം നിർമ്മാണത്തിലൂടെ ജനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ദീർഘകാല ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രിയും ചിറ്റൂർ MLAയുമായ K. കൃഷ്ണൻകുട്ടി നറണിപ്പാലം നിർമ്മാണോദ്ഘാടനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രദേശത്തെ റോഡ് വികസനത്തിനായി കിഫ്ബിയിലൂടെ 186 കോടിയും പാലങ്ങൾക്കായി 71 കോടിയും അനുവദിച്ചു. 300 യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്ന എല്ലാ വീടുകളിലും സോളാർ വൈദ്യുതി എത്തിക്കാൻ പദ്ധതിയുണ്ട്. മണ്ഡലത്തിൽ ഒരാൾ പോലും വീടോ വൈദ്യുതിയോ ഇല്ലാത്തവരായി ഉണ്ടാവരുത്. ചിറ്റൂർ മണ്ഡലത്തിലാകെ 3400 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ ആലങ്കടവ് കല്യാണപ്പേട്ട റോഡിൽ ചിറ്റൂർ പുഴയ്ക്ക് കുറുകെ 2020-21 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 10.39 കോടി രൂപ ചിലവിലാണ് നറണിപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. പരിപാടിയിൽ പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിഷ പ്രേംകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മാധുരി പത്മനാഭൻ, മിനി മുരളി, ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V. മുരുകദാസ്, വാർഡ് അംഗങ്ങളായ ഷീബ രാധാകൃഷ്ണൻ, R. രമ്യ, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോ, പാലങ്ങൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിനോ ജോയ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ അനുരാഗ് എന്നിവർ പങ്കെടുത്തു. പരിയാനംപറ്റ പൂരം ആഘോഷിച്ചു. 14 തട്ടകങ്ങളുടെ കാവലാളായ പരിയാനംപറ്റ ഭഗവതിയുടെ പൂരം ആഘോഷിച്ചു. ആവേശക്കടലായി ഭക്തലക്ഷങ്ങൾ പൂരപ്രേമികളും പരിയാനംപറ്റയിലേക്ക് ഒഴുകിയെത്തി. വടക്ക് കിഴക്ക് പടിഞ്ഞാറൻ ദേശങ്ങളുടെ കുതിര, കാള, തേര് എന്നിവയാണ് പ്രധാനമായും പൂരത്തിന് അണിനിരന്നത്. വടക്കൻ വേലയ്ക്ക് തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് തിടമ്പേറ്റിയത്. അയ്യങ്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് തിടമ്പ് പൂജയ്ക്ക് ശേഷമാണ് വടക്കൻ വേല പുറപ്പെട്ടത്. കാട്ടുകുളം ശിവക്ഷേത്രത്തിൽ നിന്നും പൂക്കോട്ട്, അയ്യപ്പങ്കാവ്, വാസുദേവപുരം, താനായിക്കൽ, പുഞ്ചപ്പാടം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗജവീരന്മാരും പൂരത്തിന് അണിനിരന്നു. അടയ്ക്കാമ്പുത്തൂർ ശേഖരപുരം ധനന്തുരി ക്ഷേത്രത്തിൽ നിന്നുള്ള തിടമ്പെഴുന്നള്ളിച്ച് അടയ്ക്കാമ്പുത്തൂർ ഹൈസ്കൂൾ മൈതാനിയിൽ എത്തിച്ച പൂരം കുളക്കാട് ശിവക്ഷേത്രത്തിൽ നിന്നുള്ള തിടമ്പെഴുന്നള്ളിച്ച് കുളക്കാട് മാരിയമ്മൻ കോവിലിൽ നിന്ന് എത്തിയ പൂരവും പരിയാനംപറ്റയ്ക്ക് മിഴിവേകി. പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റി ക്ഷേത്രത്തിലെത്തിയതും വടക്കം വേലയും തുടർന്ന് കിഴക്കൻ പടിഞ്ഞാറൻ ദേശങ്ങളുടെ പൂരവും ക്ഷേത്രത്തിലേക്കെത്തി. പകൽപൂരം അവസാനിച്ച ശേഷം കരിമരുന്ന് പ്രയോഗവും നടന്നു. തുടർന്ന് കളമ്പാട്ട്, തായമ്പക, തോൽപ്പാവക്കൂത്ത് എന്നിവയോടെ രാത്രിപൂരവും അവസാനിച്ചു. രാത്രി 10-ന് ചങ്ങനാശ്ശേരി ഹരിലക്ഷ്മിയുടെ ശ്രീ മഹാമൃത്യുഞ്ജയൻ ബാലെ അരങ്ങേറി. തുടർന്ന് പഞ്ചാരിമേളത്തോടെ ആറാട്ടിന് സമാപനമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.